Today we are going to learn about how to create a simple calculator. നമ്മൾ HTML, CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ അതിനായിട്ട് ആദ്യം VS കോഡ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് HTML ടാഗ്, അതിനുള്ളിൽ ഹെഡ് ടാഗ് കൊടുക്കാം. നെക്സ്റ്റ് ഒരു ടൈറ്റിൽ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു. നമുക്ക് ബോഡി ടാഗ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം നമ്മുടെ പേജിനുള്ളിൽ കാൽക്കുലേറ്റർ എന്നുള്ളൊരു ഹെഡിങ് കൊടുക്കാം. നെക്സ്റ്റ് അതിൻ്റെ താഴെ ഒരു ലൈൻ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു കാൽക്കുലേറ്റർ വരുന്ന രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ആദ്യം ഞാൻ സെൻറ്റർ ടാഗ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് H1 ടാഗ് യൂസ് ചെയ്യാം. അതായത് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് ഒരു ഹെഡിങ് എന്ന രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് H1 ടാഗാണ് യൂസ് ചെയ്യേണ്ടത്. അതിനുള്ളിൽ കാൽക്കുലേറ്റർ എന്ന് കൊടുക്കാം. നെക്സ്റ്റ് അതിന് താഴെ ഒരു ലൈൻ വേണം. അതിന് ഞാൻ HR ടാഗാണ് യൂസ് ചെയ്യുന്നത്. HR ടാഗ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് HR ടാഗ്. സോ ഇതിനൊരു കളർ കൊടുക്കാം. ഞാൻ പർപ്പിളാണ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ സേവ് കൊടുക്കുക, ദെൻ റൺ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി കാൽക്കുലേറ്റർ ആൻഡ് അതിന് താഴെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ. ഇനി നമുക്കിനി കാൽക്കുലേറ്ററിൻ്റെ ആ ഒരു ബോഡിയിലേക്ക് പോകാം. ഓക്കെ, ഇനി നമുക്ക് CSS പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാം. ഹെഡ് ടാഗിനുള്ളിൽ സ്റ്റൈൽ എന്നൊരു ടാഗ് ഓപ്പൺ ചെയ്യാം. ലാംഗ്വേജ് ഈക്വൽ ടു CSS എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിനുള്ളിലാണ് നമുക്കിനി സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് നമ്മൾ ആ ഒരു പേജിന് ഒരു കളർ കൊടുക്കാം. സോ അതിന് ഞാൻ ബോഡിക്ക് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഓക്കെ, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ഇനി നമ്മുടെ കാൽക്കുലേറ്ററിന് ഒരു ബോഡി വേണം. സോ അതാദ്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് നമ്മളൊരു ക്ലാസ് ആയിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാം. സോ ഞാൻ കണ്ടെയ്നർ എന്നൊരു ക്ലാസ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ് ഓപ്പൺ ചെയ്യുന്നു. ഇനി അതിനുള്ളിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഹൈറ്റും വിട്ടും കൊടുക്കാം. ഹൈറ്റ് ഞാനൊരു 600 പിക്സൽസ് കൊടുക്കുന്നു. വിട്ട് ഒരു 480 പിക്സൽസ് കൊടുക്കാം. ഓക്കെ, ഇത്രയായി. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഇതിനെ കൊടുക്കാം. ക്ലാസ് ഈക്വൽ ടു ഓക്കെ, നമുക്ക് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഞാൻ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോർഡർ റേഡിയസ് 5. ബോർഡർ റേഡിയസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബോഡി ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കും. എന്നാൽ അതിൻ്റെ കോർണേഴ്സ് ഒന്ന് കർവ് ചെയ്ത രീതിയിൽ വരണമെങ്കിൽ ബോർഡർ റേഡിയസ് കൊടുക്കണം. നെക്സ്റ്റ് മാർജിൻ ലെഫ്റ്റ് 500. അതായത് ലെഫ്റ്റിൽ മാർജിൻ
ലെഫ്റ്റിൽ നിന്നും ഇത്ര പിക്സൽസ് നീങ്ങിയായിരിക്കും നമ്മുടെ ആ ഒരു കാൽക്കുലേറ്ററിൻ്റെ ബോഡി കാണാൻ പറ്റുന്നത്. സോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഏകദേശം ഇങ്ങനെ വരും. നെക്സ്റ്റ് നമുക്കൊരു ക്ലാസ് വേണം. അതായത് നമ്മുടെ കാൽക്കുലേറ്ററിൻ്റെ ബോഡിക്കുള്ളിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഒരു ബോക്സ് വേണം. സോ അതാദ്യം നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അത് നമുക്കൊരു ക്ലാസ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. കണ്ടെയ്നർ ഡിസ്പ്ലേ എന്ന പേരിൽ ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിനുള്ളിൽ നമുക്ക് ഹൈറ്റും വിഡ്ത്തും എല്ലാം കൊടുക്കാം. ഞാൻ ഹൈറ്റ് ഒരു 90 പിക്സൽസ് കൊടുക്കുന്നു. വിഡ്ത്ത് ഒരു 400 പിക്സൽസ് കൊടുക്കുന്നു. നെക്സ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ വേണം. ഞാനൊരു ലൈറ്റ് കളർ കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ ജസ്റ്റ് ഒരു ബോർഡർ കൊടുക്കാം. സോളിഡ് ബ്ലാക്ക് കളർ കൊടുക്കാം. ഓക്കെ, ഞാൻ റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം നമുക്ക് ഈ ക്ലാസ്സിനുള്ളിൽ ക്ലാസ് കണ്ടെയ്നർ എന്ന ആ ഒരു ടാഗിനുള്ളിൽ നമുക്ക് ഈ ഒരു ക്ലാസ്സും കൊടുക്കണം. സോ div class equal to കണ്ടെയ്നർ ഡിസ്പ്ലേ എന്ന് കൊടുക്കാം. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനൊരു ടോപ്പ് 30 കൊടുത്തിട്ടുണ്ട്. അത് ഒരു 30 പിക്സൽസ് ആ ഒരു ബോക്സ് ഒന്ന് ഡൗൺ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് ഫോൺ സൈസ് കൊടുക്കാം. ഫോൺ സൈസ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പേഴ്സ് അത് ആ സ്ക്രീനിൽ അല്പം വലുതായിട്ട് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 50 പിക്സൽസ് കൊടുക്കാം. ഇത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈ കണ്ടെയ്നർ ഡിസ്പ്ലേ ക്ലാസ്സിനുള്ളിൽ നമുക്ക് വേണ്ടത് ആ ഒരു ബോക്സാണ്. സോ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഞാൻ div ക്ലാസ് ഈക്വൽ ടു കണ്ടെയ്നർ ഡിസ്പ്ലേ ഞാനൊന്ന് റിമൂവ് ചെയ്തു. അതിനുശേഷം ഈ ക്ലാസ് ഈക്വൽ ടു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഇൻപുട്ട് ടൈപ്പ് ഈക്വൽസ് ടെക്സ്റ്റ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനുള്ളിൽ നമുക്ക് ക്ലാസ് ഈക്വൽ ടു കണ്ടെയ്നർ ഡിസ്പ്ലേ എന്ന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക്, കാരണം ഇപ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇത് ടെക്സ്റ്റ് ബോക്സിന് പകരം നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമായിട്ട് ആക്കണം. സോ അതിന് ഞാൻ റീഡ് ഒളി എന്നൊരു കാര്യം കൂടെ ഇവിടെ കൊടുക്കുകയാണ്. ഇനി നമുക്കിന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ റീഡ് ഒളി അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ബട്ടൺസ് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ബോക്സും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ബട്ടൺസ് എന്നൊരു ക്ലാസ് വെച്ച് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോ റോ വൈസും നമുക്ക് ഓരോ ബട്ടൺസ് ഈക്വൽ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്യുന്ന രീതിയിൽ ഓരോ റോസായിട്ട് നമുക്ക് ഇവിടെ ഓരോരോ റെക്റ്റാങ്കിൾസും നമുക്ക് ക്ലാസ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്ലാസ്സും കൂടെ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഓരോ ബട്ടൺസും പ്ലേസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യണം. സോ അതിനായിട്ട് ഞാൻ ബട്ടൺസ് എന്നൊരു ക്ലാസ് കൊടുക്കുകയാണ്. ഓക്കെ, ബട്ടൺസ്. ഇനി ഞാൻ ഹൈറ്റും വിഡ്ത്തും കൊടുക്കാം. ഒരു 400 പിക്സൽസ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ജസ്റ്റ് ഒരു കളർ കൊടുക്കാം. ഞാൻ റെഡ് എന്ന് കൊടുക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു മാർജിൻ ലെഫ്റ്റ്. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം.
സേവ് ചെയ്യുക, നെക്സ്റ്റ് റൺ ചെയ്യുക. റൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യം ഇവിടെ കൊടുക്കാം. സോ div ഇപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇതിൻ്റെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഓരോ റോ വൈസ് നമുക്ക് ഓരോ ബട്ടൺ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു റെക്റ്റാങ്കിളും കൂടെ വരുന്ന രീതിയിൽ നമുക്കിത് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മുടെ ഒരു സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. സോ നെക്സ്റ്റ് ബട്ടൺസ് റോ എന്ന് പേരുള്ള ഒരു ക്ലാസ്സും കൂടെ ഡിഫൈൻ ചെയ്യാം. ഇതിനുള്ളിൽ നമുക്ക് ഹൈറ്റ് ഒരു 80 പിക്സൽസ് കൊടുക്കാം. ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണോ അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എവിടെയും കൊടുക്കാം, 400 പിക്സൽസ്. ഓക്കെ, നെക്സ്റ്റ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ്. ഞാനൊരു ബ്ലൂ കൊടുക്കുന്നു. സോ ഇത് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ div ടാഗിനുള്ളിൽ, അതായത് ക്ലാസ് ബട്ടൺസ് എന്ന ആ ഒരു ക്ലാസ്സിൻ്റെ div ടാഗിനുള്ളിൽ വേണം ഇത് കൊടുക്കാൻ. ക്ലാസ് ഈക്വൽസ് ടു ഓക്കെ, ഇതൊന്ന് റൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നു. ഇനി ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബട്ടൺസ് ഈ ഒരു റോയിൽ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് നമുക്ക് അതിലേക്ക് പോകാം. നെക്സ്റ്റ് നമുക്ക് അതിനകത്ത് ഓരോ ബട്ടൺസും നമുക്ക് നേരെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അതായത് ഹൊറിസോണ്ടൽ രീതിയിൽ അറേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സോ ഡിസ്പ്ലേ ഫ്ലക്സ് എന്നൊരു പ്രോപ്പർട്ടിയും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമുക്കിതിനുള്ള ബട്ടൺ അറേഞ്ച് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. സോ ഞാൻ നെക്സ്റ്റ് ഒരു ക്ലാസ്സും കൂടെ ഡിഫൈൻ ചെയ്യുന്നു. ബട്ടൺസ് റോ കണ്ടന്റ്. സോ ഇങ്ങനെയാണ് ക്ലാസ്സിനെ ഞാൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഹൈറ്റ് ഒരു 60 പിക്സൽസും കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനൊരു ഗോൾഡൻ യെല്ലോ കളർ കൊടുക്കുന്നു. ഒരു ഗ്രീൻ യെല്ലോ കളറും കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു ബോർഡറും കൂടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇത്ര നമുക്കൊന്ന് റൺ ചെയ്യാം. ഫസ്റ്റ് ഇവിടെ നമുക്ക് ആ ഒരു ക്ലാസ് നമുക്ക് കൊടുക്കണം. ഓക്കെ, നമുക്കിപ്പോൾ റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ഇനി ഇതിന് ബട്ടൺസ് ആയിട്ട്, അതായത് 1 2 3 അങ്ങനെ ഓരോ ബട്ടൺസ് ഇതിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വരിക. ഈ ഒരു ലൈൻ നമുക്ക് റിമൂവ് ചെയ്യാം. ഇതിന് ശേഷം ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബോക്സുകൾ ക്രിയേറ്റ് ചെയ്യുക. സോ ആദ്യം ഞാൻ ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സ് അല്ല, ബട്ടണാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ. നെക്സ്റ്റ് ഇവിടെ നമ്മുടെ ക്ലാസ് കൊടുക്കുക. ക്ലാസ് ഈക്വൽ ടു ബട്ടൺ റോ കണ്ടൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്താണോ വാല്യൂ വേണ്ടത്, ആ വാല്യൂ ഇപ്പോൾ 1 എന്നുള്ള വാല്യൂ ആണ് എനിക്ക് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യണം. സോ 1. ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി ഇതിന് ശേഷം നമുക്ക് എന്താണ് കാണുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. അതായത് ഫോണ്ട് സൈസ് ഞാൻ ആഡ് ചെയ്തു. സോ നമ്മൾ കൊടുത്തിരിക്കുന്ന ബട്ടൺ റോ കണ്ടൻറ്റിൽ, അതായത് ഓരോ ബട്ടണിലും ഇപ്പം 1 എന്ന് കൊടുത്തിരിക്കുന്ന ഈ വാല്യൂ കുറച്ച് സൈസ് കൂടിയാണ് എനിക്ക് വേണ്ടതെങ്കിൽ ഇവിടെ ഫോണ്ട് സൈസിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി
ഇവിടെ ബട്ടൺ വാല്യൂ 1-ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് 1 എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നോക്കിയാൽ അറിയാം, ഇവിടെ 1 എന്നുള്ളൊരു ഇവിടെ വന്നു. സോ ഇവിടെ 1-ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 1 വേണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ നമുക്ക് ഓൺ ക്ലിക്ക് എന്നൊരു ഫംഗ്ഷൻ കൊടുക്കാം. ഓൺ ക്ലിക്ക് ഈക്വൽ ടു ഞാൻ 1 എന്നൊരു ഫംഗ്ഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് 1-ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 1 എന്നുള്ള ഒരു ഫംഗ്ഷനിലുള്ള കാര്യങ്ങൾ എന്താണോ അത് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ ജാവ സ്ക്രിപ്റ്റിലേക്ക് പോവുകയാണ്. ഈ ഹെഡ് ടാഗിനുള്ളിൽ തന്നെ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റൈൽ ടാഗ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്യുക. സ്ക്രിപ്റ്റ് ലാങ് ഈക്വൽ ടു ജാവ സ്ക്രിപ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിനുള്ളിൽ നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ 1 ആണ്. സോ ഫംഗ്ഷൻ കൊടുക്കുക, ഫംഗ്ഷൻ്റെ പേരെന്താണോ അത് കൊടുക്കുക. കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുക. ഇനി ഇതിനുള്ളിൽ ആദ്യം നമുക്ക് ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ എന്താണോ, അതായത് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂവിനോടൊപ്പം തന്നെ ഈ 1-ഉം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് 1-ഉം ഇതിനൊപ്പം തന്നെ വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ അകത്തുള്ള കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വാല്യൂവിനെ ആക്സസ് ചെയ്യണം. അതിനുശേഷം ഈ 1 ഇതിലേക്ക് പ്രിൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ ആ ടെക്സ്റ്റ് ബോക്സിലുള്ള വാല്യൂവിനെ നമുക്ക് ആക്സസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുകയാണ്. വേരിയബിൾ വാൽ എന്നുള്ളൊരു ഡിഫൈൻ ചെയ്തു. സോ അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ മെത്തേഡാണ് ഇവിടെ ഫോം ടാഗ് ഓപ്പൺ ചെയ്യാം. ഫോം നെയിം ഈക്വൽ ടു ഞാൻ ഫോം എന്ന് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ഫോം ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ തന്നെ ഈ ടാഗ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ബോഡി ടാഗ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് ഫോം ടാഗും ക്ലോസ് ചെയ്യുക. ഇനി ഇതെന്തിനാണ് നമ്മൾ ഫോം ടാഗ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ഫോമിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സും പിന്നെ ഇൻപുട്ട് ടൈപ്പ് എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിനെ സിമ്പിളായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോം കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക ഡോക്യുമെൻറ്റ് ഡോട്ട് ഫോം ഡോട്ട് ആ ഒരു ടെക്സ്റ്റ് ബോക്സിന്, അതായത് നമ്മളിവിടെ കൊടുത്ത ബട്ടൺ ആണ്. സോ ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ. ടെക്സ്റ്റ് ബോക്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടെയ്നർ ഡിസ്പ്ലേ ഉള്ള. അവിടെ നമുക്ക് ഇവിടെ ഒരു നെയിം കൊടുക്കാം. ഓക്കെ, നെയിം ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് എന്നൊരു നെയിമാണ് ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ അത് കൊടുക്കുക ഡോക്യുമെൻറ്റ് ഡോട്ട് ഫോം ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് ഡോട്ട് വാല്യൂ. ഓക്കെ, ഇവിടെ എന്താണ് നടക്കുന്നത് വെച്ചാൽ ഫോമിനുള്ളിലെ ടെക്സ്റ്റ് ബോക്സ്, അതായത് ഫോമിനുള്ളിലെ ടെക്സ്റ്റ് ബോക്സിനുള്ളിലെ വാല്യൂവിനെ ഈ VAL എന്ന വേരിയബിളിലേക്ക് ആക്സസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈ ഫോം ഡോട്ട്, അതായത് ആ ടെക്സ്റ്റ് ബോക്സിനുള്ളിൽ തന്നെയാണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത്. സോ ഡോക്യുമെൻറ്റ് ഡോട്ട് ഫോം ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് ഡോട്ട് വാല്യൂ ഈക്വൽ ടു നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്ന് വെച്ചാൽ എന്താണോ ആ ഒരു പാർട്ട് ആ ടെക്സ്റ്റ് ബോക്സിനുള്ളിലുള്ളത് അതേ പ്ലസ് നമുക്ക് 1 കൊടുക്കണം. സോ 1 ഇങ്ങനെ കൊടുക്കുക. സോ ആ ഒരു ടെക്സ്റ്റ് ബോക്സിലേക്ക് ആ ടെക്സ്റ്റ് ബോക്സിൽ എന്തായിരുന്നോ ഉണ്ടായിരുന്നത് അതിൻ്റെ ഒപ്പം ഒരു 1-ഉം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, 1-ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 1 സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇവിടെ ഈ സൈഡിലാണ് വരുന്നത്. നമുക്ക് ഈ 1-നെ ഈ സൈഡിൽ നിന്ന് വരുന്ന രീതിയിലാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബോക്സ്, അതായത് കണ്ടെയ്നർ ഡിസ്പ്ലേ എടുക്കുക. അവിടെ ഫോണ്ട് സൈസിന് താഴെ ടെക്സ്റ്റ് അലൈൻ എന്ന പ്രോപ്പർട്ടി കൊടുക്കുക. ടെക്സ്റ്റ് അലൈൻ റൈറ്റ് ആക്കുക. ഓക്കെ, ഇനി ഇതൊന്ന് സേവ് ചെയ്തതിന് ശേഷം നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന 1 എല്ലാം റൈറ്റ് സൈഡിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് 1, 2 അങ്ങനെ ഓരോ നമ്പേഴ്സും നമുക്ക് ഇവിടെ വരണം. അതിന് വേണ്ടിയിട്ട് ഈ സെയിം കാര്യം തന്നെ നമ്മൾ വീണ്ടും കോപ്പി ചെയ്താൽ മതി. ഓക്കെ, സിമിലർലി ഞാനിവിടെ നെക്സ്റ്റ് ഇതുപോലെ ബട്ടൺ സ്ട്രോക്ക് ഉണ്ട്. ക്ലാസ് നെയിം കൊടുത്തു, അതിനുശേഷം ബട്ടണിന് കൊടുത്തു, വാല്യൂ 2 കൊടുത്തു, നെക്സ്റ്റ് അതിന് ഫംഗ്ഷൻ നെയിം കൊടുത്തു. ഓക്കെ, അങ്ങനെ
ഒരു 5, അതായത് 1 2 3 അതിനോടൊപ്പം പ്ലസും മൈനസും അങ്ങനെ ആ ഒരു റോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഫങ്ഷൻസ് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, അത് നമുക്ക് കൊടുക്കാം. സോ ഇങ്ങനെ ഒരു റോയിൽ ഇത് നമുക്ക് കൊടുത്തു. സോ ഇനി നെക്സ്റ്റ് റോസിലും അതുപോലെ തന്നെ എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഫങ്ഷൻ അപ്ലൈ ചെയ്യാം. സോ നമ്മൾ ഓരോ റോ വൈസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബട്ടൺസ് റോ എന്ന ക്ലാസ് തൊട്ട് കോപ്പി ചെയ്യാം. നെക്സ്റ്റ് ഓക്കെ, ഇങ്ങനെ ഇതിനെ 4 വട്ടം കോപ്പി ചെയ്യുക. അതായത് ക്ലാസ് ബട്ടൺ റോ മുതൽ ആ ഒരു ക്ലാസ് മാത്രം, ക്ലാസ്സും അതിൻ്റെ കണ്ടൻറ്റും എടുക്കുക. അതിനുശേഷം അതിനെ 3 വട്ടം കോപ്പി ചെയ്യുക. 1 2 3 4. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനകത്തുള്ള, കാരണം ഇത് നമുക്ക് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടി, ഇതിനകത്തുള്ള വാല്യൂസ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ 1 2 3 ആയി 4 5 6. നെക്സ്റ്റ് ഇവിടെ പ്ലസും മൈനസിനും പകരം ഞാൻ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, 9. ഓക്കെ, അവിടെ ഇൻറ്റു ആൻഡ് ഡിവിഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലിയർ, ആൻസർ, അങ്ങനത്തെ കുറച്ച് ഫങ്ഷൻസ് ആവശ്യമാണ്. ഓക്കെ, ഞാനങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ഫംഗ്ഷൻ നെയിംസ് ചേഞ്ച് ചെയ്തിട്ടില്ല. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ പ്ലസ് മൈനസ് അങ്ങനത്തെ കുറച്ച് ഫങ്ഷൻസ്, ക്ലിയർ ആൻഡ് ഈക്വൽ ടു, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്ററിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം ഇതിലേക്ക്. കാരണം ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും വരുന്നില്ല. സോ അങ്ങനെ നമുക്ക് മാറ്റാം അതിനെ. അത് നമുക്ക് ഫംഗ്ഷൻ നെയിമൊക്കെ ചേഞ്ച് ചെയ്യാം. ഈ 4 എന്നുള്ളതിനെ നമുക്ക് 4 ഫംഗ്ഷൻ, 5 ഫംഗ്ഷൻ, 6 ഫംഗ്ഷൻ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ നെയിംസ് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഞാനിപ്പം ഓരോ ബട്ടൺസിനും ഓരോ ഫംഗ്ഷൻ നെയിംസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ലൈൻ കോപ്പി ചെയ്യുക. ഈ സെയിം കാര്യം തന്നെ എല്ലാ നമ്പേഴ്സിനും കൊടുക്കുക. സോ ഇത് കോപ്പി ചെയ്യുക, നെക്സ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഇനി കൺട്രോൾ ഈ ഫംഗ്ഷൻ 1 എന്നുള്ളത് മാറ്റി 2ൻ്റെ ഫംഗ്ഷൻ നെയിം എന്താണോ അത് കൊടുക്കുക. നെക്സ്റ്റ് ഈ +1 പകരം 2 കൊടുക്കുക. അതുപോലെ എല്ലാ നമ്പേഴ്സിൻ്റെയും അങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ക്ലിയറും അതുപോലെ തന്നെ ഈക്വൽ ടു, ആൻസർ നമുക്ക് കിട്ടണം. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ക്ലിയർ ചെയ്യാം. അതായത് ഫംഗ്ഷൻ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് CLR എന്നാണ്. സോ ഞാൻ CLR യൂസ് ചെയ്യുന്നു. ഇവിടെ CLR എന്നാണ് കൊടുത്തിരിക്കുന്നത്, ക്ലിയറിനാണ് വേണ്ടി CLR കൊടുക്കുക. കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ ഫസ്റ്റ് ഈ 2 ലൈൻ നമ്മൾ കോപ്പി ചെയ്യുക. എന്നിട്ട് അത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ റീഡ് ചെയ്തോളുക. ഇനി നെക്സ്റ്റ് ഈ ലൈനിൽ വരിക. ടെക്സ്റ്റ് ബോക്സ് വാല്യൂ നമുക്ക് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാണ് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഓക്കെ, ഒരു എംപ്റ്റി സ്പേസ് മാത്രം ഇടുക. ഇനി നമുക്ക് ആൻസർ കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ കൂടെ നമുക്കത് ചെയ്യാം. സോ ഫംഗ്ഷൻ ആൻസർ എന്നാണ് ആ ബട്ടൺ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ ഓൺ ക്ലിക്ക് ANS ഫംഗ്ഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നേരത്തെ അതുപോലെ തന്നെ കോപ്പി ചെയ്യാം, അത് കോപ്പി ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ ഒരു നമുക്ക് കൊടുക്കേണ്ടത്, ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. സോ അതാണ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ആ ഒരു ടെക്സ്റ്റ് ബോക്സിലുള്ള വാല്യൂസിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് തരും. ഓക്കെ, നമുക്കിവിടെ ANS അല്ല വാല്യൂ എന്ന് കൊടുക്കാം. സോ ഇതാണ് ഫിനിഷ് ആയി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് റൺ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതിൻ്റെ കളറൊക്കെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചൂടെ ഇതിനെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 6 × 3 ചെയ്തപ്പോൾ നമുക്ക് റിസൾട്ട് ഇവിടെ 18 കിട്ടി. ഇത് ക്ലിയർ ചെയ്യാം. ഓക്കെ, നമ്മുടെ കാൽക്കുലേറ്റർ ഇപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കാൽക്കുലേറ്റർ ഇപ്പോൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും.